അത്യാവശ്യത്തിന് ഒരു പേയ്മെന്റ് നടത്താൻ നോക്കുമ്പോഴായിരിക്കും അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാവുക. ഒരു സമയം കഴിഞ്ഞ് നോക്കിയിട്ടും ശരിയായില്ലെങ്കിൽ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്യും. അപ്പോഴായിരിക്കും അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് കേൾക്കുക. ഒന്ന് ഞെട്ടിയോ? ഞെട്ടണ്ട. ഇതുപോലത്തെ വാർത്തകൾ ഈടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്താണ് ഈ അക്കൗണ്ട് മരവിപ്പിക്കൽ? സംഭവം ഇപ്പൊ ക്ലിയർ ആക്കി തരാം. പെട്ടെന്ന് വരുന്ന വലിയ തുകകൾ, ഒരേ ദിവസം നിരവധി അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന പണം, അതുപോലെ തന്നെ സാലറി അക്കൗണ്ട് പോലെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ സ്വഭാവം അനുസരിച്ച് അല്ലാതെ വരുന്ന ഇടപാടുകളെല്ലാം തന്നെ ബാങ്ക് നിരീക്ഷിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും അക്കൗണ്ട് മരവിപ്പിക്കുന്നത്. ഇത് 3 രീതിയിൽ ചെയ്യാറുണ്ട്. അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാനാവുമെങ്കിലും പിൻവലിക്കാൻ കഴിയാത്ത വിധം ഡെബിറ്റ് ഫ്രീസ്, പണം പിൻവലിക്കാം പക്ഷെ നിക്ഷേപിക്കാനാവില്ല എന്ന സ്ഥിതി വരുത്തുന്ന ക്രെഡിറ്റ് ഫ്രീസ്, പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും ആകാത്ത വിധം കംപ്ലീറ്റ് ഫ്രീസ്. ബാങ്കിന്റെ അക്കൗണ്ട് മോണിറ്ററിംഗ് ടീമാണ് ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ച് നടപടിയെടുക്കുക. സാധാരണഗതിയിൽ ബാങ്കുകളെ സമീപിച്ച് കാര്യം വിശദീകരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ചില കേസുകളിൽ ആവശ്യമായ രേഖകൾ നൽകേണ്ടി വരും. ഇനി നിയമപരമല്ലാത്ത ഇടപാടുകളാണെങ്കിൽ നടപടികളും ഉണ്ടാകും. ഇനി ഇതൊന്നും വേണ്ട, ബാങ്കുകളിൽ KYC അപ്ഡേഷൻ കൃത്യമായി ചെയ്യുക, കാര്യമായ ഇടപാടുകൾ നടക്കുന്നെങ്കിൽ ബാങ്കിനെ അറിയിക്കുക, സാലറി അക്കൗണ്ടിൽ അനാവശ്യമായി മറ്റിടപാടുകൾ നടത്താതിരിക്കുക, ഡിജിറ്റൽ പേയ്മെന്റിനായി മാത്രം മറ്റൊരു അക്കൗണ്ട് സൂക്ഷിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മതി. ഈ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ കാലത്താണ് ഇതൊക്കെ കൂടുതൽ എന്നൊരു പ്രചാരണമുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. ഒന്നുകിൽ അത്തരം സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി കൃത്യമായിട്ട് അതിന്റെ തെളിവുകളും കൊടുക്കാൻ പറ്റുന്നത്. അപ്പോ ക്ലിയർ ആയല്ലോ അല്ലേ?